ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ഈ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് വിമർശനം തന്നെയാണ്. എന്തിനേയും ഏതിനെയും ഒക്കെ വിമർശിക്കുക. എന്തായാലും ഈ വിമർശിക്കുന്നവരറിയുന്നുണ്ടോ ഈ വിമർശിക്കുന്നത് എന്താണെന്ന്? ചിലർക്ക് ഇത് ഉപജീവനം തന്നെയാണേ. ഒരു പാട്ടിനെ പറ്റി വിമർശിക്കണമല്ലോ. ഏത് പിടിക്കും? ഡാഡി മമ്മി വീട്ടിലില്ലേ, തടപോടെ യാരുമില്ലേ. അതിൽ തെറ്റിപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ഡാഡി മമ്മി വീട്ടിലില്ലേ, തടയാനും ആരുമില്ലേ, വേണമെങ്കിൽ നീ വന്നിട്ട്. ഓക്കെ 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 ഓക്കെ. ആരെങ്കിലും ഒന്ന് വിമർശിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ. ആഹാ, വന്നല്ലോ. എക്സ്ക്യൂസ് മീ സർ, യെസ്, വാട്ട് ഈസ് മീ? ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നെയോ? ആ. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. അപ്പം സാറ് TP ചാത്തമംഗലം? ആ, അതെ, ഞാനാണ് TP ചാത്തമംഗലം. ശരിക്കും എൻ്റെ പേര് TP ചത്തമംഗലം എന്നായിരുന്നു. ഫിഗർ കണ്ടാലേ ഏകദേശം അതേമാതിരി തോന്നും. വേണ്ട 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 വേണ്ട, എന്നെ എങ്ങോട്ട് വിമർശിക്കണ്ട. ഓ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാത്തമംഗലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി. അങ്ങനെ ഞാൻ ചാത്തമംഗലമായി. സാർ ഒരുപാട് കാലങ്ങളായി. ഇതെന്താ തൂങ്ങുന്നേ? അത് എന്റെ ഒരു ഇതെന്താ? മാല. ഒരു 10 കൂടെ ആവായിരുന്നു ചരട്. സാർ എന്നെ വിമർശിക്കാൻ അത്രേ ഉള്ളൂ. നോക്കുമ്പോ. സാറ് മൊത്തം വിമർശനത്തിന്റെ ആളാണോ? മൊത്തം എന്ത് ചോദിച്ചാലും വിമർശിക്കും. ക്യാമറ മുമ്പിലുണ്ടല്ലേ, ഓ, ഉണ്ട്, ഉണ്ട്, എന്ത് ഉണ്ട്. ചോദിച്ചാലും ക്യാമറ വിമർശിക്കും. റെഡിയാ. എന്റെ കൽബിലെ വെണ്ണിലാവു ഹായ്, നീ നല്ല പാട്ടുകാരാ, ആഹാ. തട്ടമിട്ടു ഞാൻ. ആ പാട്ടിനെ പറ്റി എന്താ അഭിപ്രായം? ആ പാട്ട് കുഴപ്പം എന്താണെന്ന് വെച്ചാല് എന്താ കുഴപ്പം? മ്യൂസിക് ഒക്കെ ഓക്കെയാണ്, ഏ? വരികളാണ് പ്രശ്നം. വരികൾക്ക് എന്താ പ്രശ്നം? വരികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാർ, അവിടെ കുഴപ്പമില്ല. കുഴപ്പമില്ല. പിന്നെ നിന്റെ കൽബിലെ വെണ്ണിലാവു, അവിടെയും കുഴപ്പമില്ല. പിന്നെന്താ കുഴപ്പം? കുഴപ്പം എവിടെയെന്നറിയോ? നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ പഞ്ചസാരയാവാം, അവിടെയാണ് കുഴപ്പം. ഏ? ഒന്ന് ചിരിച്ചേ. ശോ, പെറ്റ തള്ള സൈക്കിളിലറ്റ ചിരി. ഉം. ശരിക്ക് ചിരിക്കട എങ്ങനെ? എവിടെ എന്ത് പാലെന്തേ, പാലോ പഞ്ചസാര എന്തേ? പഞ്ചസാര? ഒന്നും കൂടി ചിരിച്ചേ. ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ചേ? ചിക്കനും പൊറാട്ടയും. ഒരു പീസിന്റെ പല്ലിന്റെ അടുക്ക് എടുത്തുകളാ. ഇപ്പോഴാണ് ശരിയായത്. നിന്റെ പുഞ്ചിരി പല്ലിനുള്ളിലെ ചിക്കൻ ചില്ലിയാവാം. ഇത് ചിരിക്കുമ്പോ എവിടെ പാല്, എവിടെ പഞ്ചസാര? നെക്സ്റ്റ് നെക്സ്റ്റ്. അല്ലിപ്പൂവേ മല്ലിപ്പൂവേ മല്ലിപ്പൂവേ അല്ലിപ്പൂവേ. ആ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതായത് അല്ലിപ്പൂവേ ആ. മല്ലിപ്പൂവേ. ആ. അതായത് ആ. ഈ പാട്ട് എഴുതാൻ ഈ കവ ഇരിക്കുന്ന സമയത്ത് കവയോ? ആ. എന്ത് കവ? എഴുന്നാളില്ലേ? ആ, കവി കവി. എടാ, അത് പെണ്ണുങ്ങളെ പറയുമ്പോ കവി, ആ, അത് സ്ത്രീലിംഗം. ആ. ഇത് വള്ളി പോയാൽ കവ. കവ. ഉം. ഇത് എഴുതാനിരിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിന്റെ കച്ചവടമായിട്ട് ഒരാൾ പോകുന്നുണ്ടായിരുന്നു. ഓഹോ. മുല്ലപ്പൂവേ മുല്ലപ്പൂവേ ആ. മുല്ലപ്പൂ. ഇത് കേട്ടപ്പോ ആ. കവയ്ക്ക് തോന്നി ഉം. പാട്ട് കിട്ടി. ഉം. മുല്ലപ്പൂവിന്റെ അവിടെ അല്ലിയും മല്ലിയും ചേർത്തു. അല്ലിപ്പൂവേ മല്ലിപ്പൂ. അത്രേ ഉള്ളൂ. സിമ്പിൾ അത്രേ ഉള്ളൂ. സിമ്പിൾ. അടിച്ചു മാറ്റി. ഈ മുല്ലപ്പൂവിന്ന് അടിച്ചു മാറ്റിയതല്ലേ? വേറൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം കുറച്ചു കാലങ്ങളായി സൂപ്പർ ഹിറ്റ്, ഇപ്പോഴും സൂപ്പർ ഹിറ്റ് ആണ്. ഒക്കെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണല്ലേ? അതെ അതെ. ഡലാമു ഡലാമു ഡലാ ഡലാ ഡലാമു 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 ഡലാമു. തമിഴ് പാട്ട്. ആ, തമിഴ് പാട്ട്. അതിനെന്താ കുഴപ്പം? അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് അത് ശരിക്കും നമ്മുടെ ഒരു ജീവിയുടെ പേരില്ലേ, ആ. ആ ജീവിയുടെ പേരിന്ന് അടിച്ചു മാറ്റിയതാ. ഏ? അതായത് ഞാൻ പറഞ്ഞത്, അതെങ്ങനെ? ഈ പാട്ട് ഞാൻ പാടുമ്പോൾ പാടുന്ന സമയത്ത് എന്റെ കൂടെ പാടുക. ആ. ഞാൻ സ്ലോ ആക്കുന്ന സമയം സ്ലോ ആക്കുക, സ്പീഡ് ആക്കുമ്പോൾ സ്പീഡ് ആക്കുക. ഓ. ഓക്കെ, ഓക്കെ, ഓക്കെ. റെഡി, സ്റ്റാർട്ട്. ദലാമു ദലാമു ഡലാ ഡലാ ഡലാമു 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 മുതല. മുതലെന്ന് അടിച്ചു മാറ്റിയല്ലേ? ഓ, കൊടുകൈ. പിന്നെ എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. എന്തൊരു പാട്ടാണെന്നറിയോ? അതാണ് വരികള്. സ്കൂൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും, പഠിക്കാൻ പറ്റും. 1 2 3 4 തിരകള് വന്നേ വന്നേ ചാഞ്ചാടും തീരമോ സ്റ്റൈലല്ലേ. ഓ, നഴ്സറി കുട്ടികൾ എന്ത് പഠിക്കാം. വരികളാണെന്നറിയോ? അത് എഴുതിയോനിപ്പ എന്റെ കൈ കിട്ടണം. ഈ 1 2 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നത്. സാറ് 1 തൊട്ട് 10 വരെയുള്ള പാട്ടുകളെ കുറിച്ച് പാടുമെന്നോ? 1 മുതൽ 10 വരെ. ആ. ഓ, പാടും പാടുവോ? ഇഷ്ടം പോലെ. എന്നാ 1 പറ്റി. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഓക്കെ. 2. രണ്ടക്ക 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 രണ്ടാക്കാം രണ്ടാക്കാം വേണ്ട വേണ്ട, ഇത് രണ്ടാക്കാം. കഴിഞ്ഞിട്ട് മതി. ആ. 3. മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം. 4. 4 കെട്ടിൻ അകത്തളത്തിൽ. 5. 5 6 കൂടെ ഒരുമിച്ച് തരാം. ഒരുമിച്ചോ? ഒരുമിച്ച് 5 6 രൂപയ്ക്ക് മണിമാല് ഉൻ കഴുത്തുക്ക് പൊരുത്തമടാ. പോരെ? അപ്പൊ 7. 7 സോറി, ഏത് പോലീസുകാരൻ അറിഞ്ഞൂടെ? ഓ, 8 കിട്ടില്ല. 8 കിട്ടും. 8 പൊട്ടും തീരിയാത്ത പാവാടക്കാരി. 9.
9 പ്രശ്നാണ് വരും 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 ആ. 9 വരും. അച്ചാർ വേണോ? കിട്ടി. ആ. 9 കിട്ടി. ആ. മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം. നേരത്തെ 3 പാടിയില്ലേ? ഏത് നേരത്തെ 3 3 3 6 എത്ര 9. ശരിയായില്ലേ? ആ, അത്രേ ഉള്ളൂ. 9. ഓ, അടുത്ത ചോദ്യം. ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ഉണരുമ്പോൾ ആ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഉണരുമ്പോൾ എനിക്ക് ഇനിയാകണം. ഉഗ്രം പാട്ട്. പക്ഷെ ചിത്രീകരിച്ച് ഭയങ്കര ബോറായി പോയി. വിഷയല്ല പ്രശ്നം. വളരെ അബദ്ധമായി പോയി. അതെന്താ? അത് എന്റെ ഒരു സങ്കല്പത്തിൽ ആ. എന്റെ സങ്കല്പത്തിൽ ഞാൻ കാണിച്ചു തരാം അതിന്റെ ഡെമോൺസ്ട്രേഷൻ. ഓ. ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ആ. ഉണരുമ്പോൾ എൻ കണിയാ വേണം. ഉം. ആ ഉണർന്നാൽ പിന്നെനിക്കുണർവേഗ ചുടുചുംബനത്തിൻ. വെലസി. അതാണ് correct. അതാ correct. അതാണ്. പിന്നെ സാറിനോട് ചോദിക്കാൻ മറന്നുപോയത്, ആൽബങ്ങളെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താ? ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റേത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാൻ കല്യാണ ആൽബങ്ങളെ പറ്റിയല്ല പറയുന്നത്. പിന്നെ? അതായത് ആൽബങ്ങൾ എന്ന് പറഞ്ഞ സോങ്സ് വിഷ്വൽ ചെയ്തിട്ട് ഇങ്ങനെ പാട്ട്. പാട്ട്. അതെ അതെ. ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഏ? ഇപ്പൊ ഏത് പോലീസുകാരനും പറ്റുന്ന പണിയാണ് ആൽബം. ആ. ആർക്കും ചെയ്യാം, ഏ? എങ്ങനെയും ചെയ്യാം. ആഹാ. അതായത് കോഴിക്കോട്ട് നിന്ന് അങ്ങോട്ട് വടക്കോട്ടുള്ള സ്ഥലങ്ങൾ എടുക്കുക. ഒന്ന് പറഞ്ഞേ. കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ, ഈ സ്ഥലങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ പെട്ട ഒരാള് ആ. അയാളുടെ പേരിന്റെ കൂടെ ഈ സ്ഥലത്തിന്റെ പേരും ചേർക്കുക. ആ. പേരെന്താണ്? എന്റെ പേര് റസാഖ്. റസാക്ക്. ആ. വടകര റസാക്ക് ഏ? പാട്ടുകാരനായി. ആ, പാട്ടൊന്നും അറിയണ്ട. കൊയിലാണ്ടി സലീം, ആ. ജാഫർ കൊച്ചി, ആ. പിന്നെ ജലാലുദ്ദീൻ കോടത്തൂര് ആയി. അത്ര മതി, പാട്ടുകാരനായി. ആ. പാട്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത്ര എളുപ്പം വേറെ ഒന്നിനും ഒരു സംഭവത്തിനും ഇല്ല. അതെങ്ങനെ? ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേര് പറയൂ. സാജിദ, പിന്നെ ഫാത്തിമ, പിന്നെ സാഹിബ, റജുല, റജുല, നജുല, നസീമ, ആ. ഇങ്ങനെ കുറെ മുസ്ലിം പെൺകുട്ടികളുടെ പേര് കണ്ടെത്തുക. ആ. എന്നിട്ട് അതിന്റെ കൂടെ നീ എന്റേതല്ലേ, ആ. ഞാൻ നിന്റെ സ്വന്തമല്ലേ, നീ എന്റെ കൽബല്ലേ എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ടായി. അതെങ്ങനെ? അതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്റേതാണ്, നീ എന്റെ കൽബാണ്. ആ. പിന്നെ വേറെ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചിരിക്കുട്ടൻ പാടിയ പാട്ടില്ലേ, ഉം. നീ എന്റേതല്ലേ ആ. ഞാൻ നിന്റേതല്ലേ. അതിനുശേഷം വേറെ പാട്ടിറങ്ങിയില്ലേ, ഏ. ഇതേ വരി തന്നെ. ആ. നീ എന്റേതല്ലേ ഉം. ഞാൻ വേറെ ഇറങ്ങി, ആ. നീ എന്റേതാണ് സജിന. ആ. ഇതൊക്കെ നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ, ഇങ്ങനെ മാത്രം മതിയോ? അതെ പാട്ടിനൊരു ഇത് വേണ്ടേ, അതെ. അർത്ഥം വേണ്ടേ? അതെ. ഞാൻ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളാ. അതുപോലെ ഇവരൊക്കെ ടോയ്ലറ്റിൽ നിന്നിട്ടാണ് പാടുന്നത്. ഏ. പാട്ട് കേൾക്കുമ്പോഴേ അറിയാലോ. ആ. ഇത് കേട്ടോ. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു നാം ഇരുന്നു ഒന്നു നീണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണു. എന്ത് കാര്യം ഇതിലൊക്കെ? അതെ, ഒരു അതെ, കാര്യമില്ല. അതെ. ഇത് ഹിന്ദിക്കാരൊക്കെ സ്റ്റൈലാണ്. അത് അനുകരിക്കാണ് ഇവരും. അതെ. മോഷൻ സുഖമായിട്ട് പോകാൻ വേറൊരു പാട്ടുണ്ട് ഹിന്ദിയിൽ. ഏ. ഓ ആഷിഖ്മാനായ. ആ പാട്ട് കഴിയുമ്പോഴേക്കും മോശം ക്ലിയർ ആയി. ഇത് കണ്ടിട്ടാണ് ഇവര് ഈ ശബ്ദം അങ്ങനെ പാടും. ആ. ഭയങ്കരമായിട്ട് വിമർശിക്കും ഞാൻ. സാറിന് ഈ ആൽബങ്ങളെ പറ്റി തീരെ അഭിപ്രായമില്ല. തീരെ അഭിപ്രായമില്ല. സാറിന് പഴയ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം എന്ന് പുതിയ തോന്നുന്നു. ആൽബങ്ങളോട് എനിക്ക് വെറുപ്പ്, ആ, അറപ്പല്ലേ? അറപ്പ്. ആ. എന്തതിന് ഇംഗ്ലീഷിൽ പറയാ? That's means അത് തന്നെ, അത് തന്നെ, അതാണ്. ഏ. സാറിന് മൊബൈൽ വർക്ക് ഉണ്ടോ? ഇവിടുന്ന് ഇവിടുന്നല്ല. ഇതാരതാ മൊബൈൽ? ഇതെന്താ? എന്ത് ഇതാര ഫോണാ? നിങ്ങളേതാ? ഇത്രയും നേരം വിമർശിച്ചിട്ട് ആൽബം തേങ്ങാക്കോലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫോണിലെ പാട്ടേതാ? നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ? അല്ലേ? ഇത് ആഘോഷങ്ങളുടെ കാലമാണ്. ആഘോഷിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ശരി, പല രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ ജനിച്ചാൽ ആഘോഷം, മരിച്ചാൽ ആഘോഷം. അതെ. എന്തിനാ സിനിമ റിലീസായാൽ ആഘോഷം, ആ സിനിമ റിലീസ് ചെയ്ത സിനിമ പൊട്ടിപ്പോയാൽ ആഘോഷം. എന്തിനാ സിനിമാക്കാർ മാത്രമല്ല രാഷ്ട്രീയക്കാർ ആഘോഷിക്കുന്നുണ്ട്. സീറ്റ് കിട്ടിയാൽ ആഘോഷം, സീറ്റ് കിട്ടിയില്ലെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ? കാരണം ഇപ്പൊ പരാജയപ്പെട്ടാലുള്ള ഒരു ആഘോഷം നമ്മൾ ആരും അറിയുന്നില്ലെന്ന് മാത്രം. Everybody.
ആടി വീട്ടിൽ കയറ്റുന്നില്ല, പെങ്ങൾക്കോ മൈൻഡും ഇല്ല, എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാ. നാട്ടിലെനിക്കൊരു വിലയും ഇല്ല, ജനവാണി കഴിയുന്നില്ല, ഞാൻ വഴിയാ എൻ്റെ അമ്മ. ഒരു ഗെയിം, അത് മാത്രമാണ് ഗെയിം. ജയിച്ചാൽ എൻ്റെ ടൈം, തോറ്റാലോ ഷെയിം. നേതാവാകാൻ വേണ്ടി ജനിച്ചതാണ് ഈ മണ്ണിൽ, തീയിൽ മുളച്ചതാ ഞാൻ, തീയിലേറ്റു പാടില്ല. താടി വീട്ടിൽ കേട്ടുന്നില്ല, പെങ്ങൾക്കോ മറ്റും ഇല്ല, എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാ. വെറുതെ തോൽവി ആഘോഷ പരിപാടിക്ക് വരണ്ടായിരുന്നു, നടുവിളിക്ക് പോയില്ല ദൈവമേ. ദൈവത്തെ വിളിച്ചത് അറിയും കേട്ടോ ആവും, എന്തായാലും വേണ്ടില്ല. അല്ലേ നിങ്ങൾ റെഡി ആയില്ലേ? എവിടെ പോവാൻ? നമ്മൾ സിനിമയ്ക്ക് പോകാൻ പോകുന്നു. പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന കാര്യത്തെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. നല്ലൊരു ദിവസമായിട്ട് എന്നെ സിനിമ കൊണ്ട് കാണിക്കുന്ന ഇന്നലെ രാത്രി എത്ര പ്രാവശ്യം പറഞ്ഞതാ, എനിക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ. ഇന്ന് സിനിമയ്ക്ക് പോണ കാര്യം നടക്കത്തില്ല. നിനക്ക് വേണേ റാണി, മന്ദാകിനി, ലക്ഷ്മി, ഇതിലേത് വേണമെന്ന് വെച്ചാൽ നിനക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് അവിടെ പോയി സംസാരിക്കാം, നമ്മുടെ ആവോളം നമുക്ക് സംസാരിക്കാം. ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി അടങ്ങത്തുള്ളൂ. കണ്ടവൾമാരുടെ അടുത്ത് പോയിരുന്ന നിരങ്ങ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ? എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇത്ര വലിയ സൂക്കേടല്ലേ? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നോക്കിക്കോ. എടി കണ്ടവളുമാരെന്ന് പറഞ്ഞ നീ പറയുന്ന പോലെ പെണ്ണുങ്ങളൊന്നും അല്ല, ഇതൊക്കെ ഞാൻ പോകുന്ന ബാറുകളല്ലേ. ആഹാ, അപ്പൊ നിങ്ങൾക്ക് ബാറിൽ പോകാൻ കാശുണ്ട്. എന്നെ ഒരു സിനിമ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് നിങ്ങളുടെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നു പോകുമല്ലേ? എനിക്ക് ഇന്ന് സിനിമ കണ്ടേ പറ്റത്തുള്ളൂ, അതിന്റെ ഭാഷയാണോ? സംസാരിക്കുമ്പോ സാഹചര്യം അറിഞ്ഞു വേണം സംസാരിക്കാൻ, കേട്ടാ. നിനക്കറിയോ, നാണ്യം വന്നതിന് ശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർന്നിരിക്കുക, എന്റെ മധ്യസ്ഥിതി വരെ തകർന്നിരിക്കുക, അറിയാവോ? മധ്യസ്ഥിതി ഈ സ്ഥിതിക്ക് പോയാൽ നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നട്ടല് എടി, ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് പോണെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോണ്ട് പോകേണ്ടി വന്നിരിക്കും. എന്തിനാ മനുഷ്യ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കുന്നത്? വലിയ 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 വർത്താനം പറയല്ലേ. എന്തിനാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്? നിന്റെ അച്ഛൻ എന്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഓർത്തു എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു വരുമ്പോ എന്റെ തന്തയ്ക്ക് പറയുമെന്ന്. നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം പറഞ്ഞേക്കാം. നിന്റെ അച്ഛനും എന്റെ അമ്മയും നമ്മൾ രണ്ടും 3 പിള്ളേരും, നിന്റെ അനിയത്തി, പിന്നെ രാജേഷ്, സുരേഷ്, ഇവരെല്ലാം കൊണ്ട് ഓട്ടോറിക്ഷ പിടിച്ച് സിനിമ കാണാൻ പോകണമെങ്കിൽ കാശ് കുറയാകും. പിന്നെ അവിടെ ചെന്ന് പിള്ളേർക്ക് സോഡ, ടച്ചിങ്സ്, ഇതെല്ലാം വേണ്ടേ? അല്ല സോറി മറന്നുപോയി, മറ്റേ മാംഗോ ജ്യൂസ്, പോപ്കോൺ, ഇതൊക്കെ പൈസ കൊടുക്കാതെ എന്റെ അമ്മാവനാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്രാവശ്യം നമ്മൾ ആരും വിളിക്കുന്നില്ല, നമ്മൾ ഒരുമിച്ച് പോകുന്നു. നിങ്ങളും ഞാനും നമ്മുടെ 3 മക്കളും മാത്രം. പിന്നൊരു കാര്യം, നമ്മൾ ബാൽക്കണി എടുക്കുന്നില്ല, നമ്മൾ താഴത്ത് പോകുന്നു. അയ്യ കൊള്ളത്തില്ല. എടിതേ തറയെ കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഇത്തിരി സ്റ്റാൻഡേർഡുള്ള ഫാമിലി ജനിച്ചവനാ. പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം അടിച്ച് തറയപ്പോ അതിപ്പോ ദൈവം എന്റെ തലവരെ അതായിപ്പോയി. നിങ്ങൾ ഏത് കൊമ്പത്തെ ഫാമിലിയിൽ എന്നാ പറഞ്ഞ്? നിങ്ങൾ വെള്ളം അടിച്ച് തറയെ കിടക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ മനുഷ്യ. എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വലിയ കൊമ്പത്തെ ഫാമിലി. എടി, നമ്മൾ ബോധമില്ലാത്തൊരു മനുഷ്യൻ ബോധമില്ലാതെ തറയെ കിടക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ബോധമുണ്ടോ ഞാൻ അവിടെ കിടക്കും? ഞാൻ ബെഡിലല്ലേ കിടക്കത്തുള്ളൂ. ബോധമില്ലല്ലോ, അതല്ലേ. നിങ്ങൾ വലിയ ബോധത്തിന്റെ കാര്യം പറയണ്ട. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എനിക്കത് ഇപ്പൊ അറിയണം. അല്ല, ഇപ്പൊ അറിഞ്ഞില്ല നീ എന്ത് ചെയ്യും? ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കും. കൊണ്ടുപോകുന്നില്ല. വലിയ നീ എന്റെ അടുത്ത് കളിക്കില്ലേ? നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന്. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുത്? ആഹാ, ഭാര്യയുടെ അമ്മായി ആയിട്ടാണോ മനുഷ്യൻ നിങ്ങൾ എന്നെ കാണുന്നത്? ഞാനൊന്ന് നോക്കി സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്നെ തല്ലിയാലുണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ സമാധാനമായോ? ഇടിക്കുമ്പോ 2 പൈൻ്റായിട്ട് ഇടിക്കണ്ട, ഒരു ഫുള്ളായിട്ടാണ് ഇടിക്കുന്നത്. ഞാൻ ചത്തുപോയി എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ പൊക്കരുതെന്ന്. എന്റെ മാവേലിക്കര തമ്പുരാനെ, എന്നെ ഇവിടുന്നൊന്ന് രക്ഷിക്കളെ. ഞാനും എന്റെ ഭർത്താവ് പല കാര്യങ്ങളും സംസാരിച്ചോണ്ടിരിക്കുക. എനിക്ക്
അയ്യോ മാഡം ഇത് മാവേലി. നീ മിണ്ടണ്ട പ്രഭാകര. നീ മാവേലിയായിട്ട് വേറെ വല്ല വീട്ടിലോട്ട് പോകും. എന്റെ അടുത്ത് വരരുത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പ്രഭാകരനൊന്നും അല്ല, ഇത് മാവേലിയാണ്. അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട. നേരത്തെ രായപ്പൻ വന്നപ്പോഴും അവൻ മാവേലിയായിട്ടാ വന്നെ. ഇപ്പൊ പ്രഭാകരൻ വന്ന് എനിക്കെന്താ ഇവിടെ കണ്ടറിയാൻ പാടില്ല. നേരം വെളുത്ത ഈ ഓണം വന്നാൽ നേരം വെളുത്ത വൈകുന്നേരം വരെ മാവേലിയെ കൊണ്ട് ഭയങ്കര ശല്യം. അതേന്നെ. ഓ എന്റെ പൊന്നെ, ഞങ്ങള് ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. ഇതാണ് യഥാർത്ഥ മാവേലി. ഇത് ഇതാ പാതാളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അറിയത്തില്ല. തിരുവോണമല്ലേ ഇന്ന്? ഇവിടെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല. അത് പിന്നെ ഞാനൊന്നും ഒരുങ്ങിയതാ, പക്ഷെ നടന്നില്ല. അതെന്താ? എന്താ? എന്താണെന്നോ, ഞാനൊന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ പെർഫോമൻസ് റൗണ്ട് അല്ലായിരുന്നു. നിങ്ങൾ നേരത്തെ വരുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി SMS ചെയ്തായിരുന്നു. അത്ര പെർഫോമൻസ് അല്ലായിരുന്നു ഇവിടെ. എന്നിട്ട് 2 കോടിയുടെ ഫ്ലാറ്റ് അത് കിട്ടിയില്ലേ? 2 കോടിയുടെ ഫ്ലാറ്റ് ഒന്നും കിട്ടില്ല. 2 ഇടി കിട്ടിയപ്പോ ഞാൻ ഫ്ലാറ്റ്. അതെ, രണ്ടെണ്ണം നിങ്ങൾ എന്നെയുള്ള മനുഷ്യൻ. ഞാൻ കുനിച്ചു നിർത്തി എത്ര ഇടി ഇടിച്ചതാ. ഞാൻ ഇടിച്ച ബാക്കി ഇടിക്കുന്നു ഒരു വില ഇല്ലാണ്ടായി. അല്ലെങ്കിലും ഇങ്ങനെ. അയ്യോ, പിന്നെ എന്റെ നത്തല്ലൊടിയുമ്പോഴല്ലേ ഞാൻ നിന്റെ ഇടിയുടെ എണ്ണം നോക്കാൻ പോണം. ഒന്ന് പോലെ അവിടുന്ന് ചുമ്മാ. വേണ്ട വേണ്ട, ലഹളകളൊന്നും വേണ്ട. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പ്രമാണം. ഇത്തവണ വന്നിട്ട് പ്രജകളാരും നമ്മളെ ഗവനിച്ചിട്ടില്ല. എല്ലാ ആഘോഷവും ഇപ്പൊ TV-യിൽ മാത്രമാണല്ലോ. അടുത്ത വർഷം ഈ വരവ് വേണ്ട എന്ന് വെച്ചാൽ എന്റെ തിരുമേനി, വരാതിരുന്നാ പ്രജകളെ കാണാൻ പറ്റുമോ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുതരാം. പ്രജയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുതരാം. പ്രജയുടെ ഒരു സൂപ്പർ CD ഞാൻ തരാം. മോഹൻലാലിന്റെ അടിപൊളിപ്പടം. എന്നെ സ്റ്റണ്ടാന്നറിയാം. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു, ഇന്ന് അമ്മയുടെ ഓണപ്പരിപാടി ഉണ്ടല്ലോ. അമ്മയ്ക്കെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയല്ലോ. വിനാശകാലെ ഓപ്പോസിറ്റ് ബുദ്ധി. ആരുടെ അമ്മയാ? എന്റെ അമ്മയുടെ കാര്യം എന്റെ പറഞ്ഞത്. താരങ്ങളുടെ അമ്മയുടെ പരിപാടി TV നടക്കുന്നത്. നീ ആ TV അങ്ങോട്ടൊന്നും. എന്നെ സിനിമയ്ക്ക് കൊണ്ടു പറഞ്ഞപ്പോഴേ ആ കുന്താണ്ടത്തിൽ അത് ഉള്ളതുകൊണ്ടല്ലേ, അമ്മയുടെ പരിപാടി TV-യിൽ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഞാനിത് തല്ലിപ്പൊട്ടിക്ക് നോക്കിക്കോ. നീ തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ TV ഞാൻ ആ TV ഇട്ട് വെള്ളം അടിച്ചോളാം കേട്ടാ. അത് വേണ്ട, അത് വേണ്ട. മാവേലി, ഞാനൊരു വെറുവാക്ക് പറഞ്ഞു പോയി ആ TV തല്ലിപ്പൊട്ടിക്കുമെന്ന്. ഇനി ഞാനത് രാത്രി കെട്ടിപ്പിടിച്ച് കിടന്ന് അവങ്ങേണ്ടി വരുമല്ലോ ടീച്ചറെ. അതങ്ങാനും എടുത്തോണ്ട് പോയാലുണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, TV ഒന്നും തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്കാവശ്യമുള്ള സാധനം ഞാൻ തരാം. എന്ത് സാധനം? എന്നാ സാധനം? എനിക്കിപ്പോ മനസ്സിലായി. മാവേലി എന്ന് പറഞ്ഞ ഇങ്ങനെ വേണം. മാവേലിക്ക് പ്രജകളോട് സ്നേഹമുള്ളവരാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാലും എന്റെ മാവേലി, നിങ്ങളൊരു ഒടുക്കത്തെ ചെയ്തായി പോയി എന്നോട് ചെയ്തത്. പോലെ ഇത്ര നല്ലൊരു വേഷം കെട്ടി വന്ന മനുഷ്യൻ എന്നോട് ചെയ്യാൻ കൊള്ളായിരുന്നു. കുഞ്ഞേ, കരയാതിരിക്കൂ. ആശ്വസിപ്പിച്ചെന്ന് ഞാൻ അതിലൊന്നും വീഴാൻ പോകുന്നില്ല. ഇങ്ങോട്ട് പറയട്ടെ, ഇത് മദ്യമല്ല. നിങ്ങളുടെ ഭർത്താവ് മേലാൽ കുടിക്കാതിരിക്കുവാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഞാൻ. നല്ല സാധനം. അതൊന്നും അല്ലെന്നേ, ഞാൻ ആ ഫുള്ള് മേടിച്ചെടുക്കോ. ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മാവേലി അനുഗ്രഹിച്ച് ചേട്ടന് ഫുള്ള് തന്നതല്ലേ. ചേട്ടൻ ഇതൊരു തുള്ളി പോലും ആർക്കും കൊടുക്കാതെ മൊത്തം കുടിക്കണം കേട്ടോ. ആരെങ്കിലും ചോദിച്ചാ അവന് 2 തെറി പറഞ്ഞ 2 തല്ലും കൊടുത്ത് മൊത്തം കുടിക്കണം. ആർക്കും കൊടുക്കണ്ട. നീ ഇപ്പോഴാ ഒരു യഥാർത്ഥ ഭാര്യ. ഒരു ഭർത്താവിന്റെ വിഷമം മനസ്സിലാക്കുന്നവളാ യഥാർത്ഥ ഭാര്യ. മാവേലി, എല്ലാ വർഷവും പറഞ്ഞ ഈ വീട്ടിലെ വേറെ എങ്ങും പോയില്ലേ, ഞങ്ങളുടെ വീട്ടിൽ വരണം കേട്ടാ. ഒരു ഫുള്ളല്ല 2 ഫുള്ളായാലും കുഴപ്പമില്ല. ഞാൻ ഒറ്റക്ക് നടിച്ചോളാം. സത്യം അല്ല, കൊടുക്കത്തില്ല. സർവ്വവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ഈ കുടുംബത്തിൽ മാത്രമല്ല, ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ.